ഈ പ്രശാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു ഫാൻ ബേസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഭാഷ, ജനങ്ങളുമായുള്ള ഇടപെടൽ, അത് തെളിയിക്കാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് പ്രൊജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ SC/ST വകുപ്പിലെ ഉന്നതി പ്രൊജക്റ്റ് ആണെങ്കിലും തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പൈസ ചിലവാക്കാതെ ഒരു സാലറി സ്റ്റാഫിനെ നിയമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു ഒരു പിന്നെ അങ്ങനെയുള്ളൊരു സ്ഥാനം, ഒരു ജനകീയ സ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പിന്തുണ എന്ന് തോന്നുന്നു. ഏതായാലും സർക്കാർ തലത്തിൽ ആ പിന്തുണ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും. കുന്നംകുളത്തിൻ്റെ മാപ്പിട്ട പ്രശാന്ത് യഥാർത്ഥ മാപ്പിടേണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിഞ്ഞാണ്. നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിലേക്ക് വരികയാണെങ്കിൽ K. ഗോപാലകൃഷ്ണൻ ഈ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് പോലീസ് DGPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അത് പാതിരാത്രിക്കാണ് ഉണ്ടാക്കിയത്, വെള്ളത്തിൻ്റെ പുറത്താണൊക്കെ എന്ന് പറയപ്പെടുന്നുണ്ട്, നമുക്കറിയില്ല. അതിനുശേഷം അദ്ദേഹം മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ബാലൻസ് ചെയ്യാനാണെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന രാജീവേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ വംശീയമായ മനോഭാവം അത് തെളിയിക്കല്ലേ ഇത് ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്നപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ഇതാ മല്ലു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടെ കേൾക്കുകയാണ്. ഇതവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് അവൈലബിൾ ആണ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് കേരളത്തിലെ പോലീസിൽ RSSനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെ ആ പ്രത്യയശാസ്ത്രത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് എന്ന് അന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് പോലീസ് വിഭാഗത്തിൽ ഏതൊക്കെ വിധത്തിലാണ് ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ RSSനെ അനുകൂലിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ, താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ള എത്ര പേരുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് മുമ്പോട്ട് പോയതെന്ന് നമുക്കറിയാം. കാരണം വെച്ചാൽ ഓരോ കലാപത്തിലും ഈ RSSൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അവിടെയൊക്കെ പോലീസ് സേന എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പരാമർശം അവിടെ നേരത്തെ ഉണ്ട്. പോലീസിൽ വളരെ വൈകി രാഷ്ട്രീയമായ അഫിലിയേഷൻ, അത് CPMനോടാണെങ്കിൽ CPMനോട്, അല്ലെങ്കിൽ കോൺഗ്രസിനോടാണെങ്കിൽ കോൺഗ്രസിനോട്, മതപരമായ അഫിലിയേഷൻ, അത് ഹിന്ദുത്വ ഗ്രൂപ്പുകളോട്, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഗ്രൂപ്പുകളോടാണെങ്കിൽ അവരോട് ഒക്കെ അഫിലിയേഷൻ പ്രകടിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വന്ന രഹസ്യമാണ് കുറേ കാലം വൈകിട്ട്. അപ്പോൾ ഇത് തലശ്ശേരി കലാപത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സംഗതി വളർന്ന് ഈ ഘട്ടത്തിൽ ഇവിടെ ഇപ്പോഴുമുണ്ട്, അത് വളരെ ആക്റ്റീവാണ് എന്ന് നമ്മൾ പോലീസിൽ തിരിച്ചറിയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന IAS ഉദ്യോഗസ്ഥരുടെ ഇടയിലും എന്നുള്ളത് നിസ്തർക്കമായൊരു സംഗതിയാണ്. കാരണം അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് രംഗപ്രവേശം ചെയ്തത് ഇപ്പോഴാണ് എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ മുതൽ മനസ്സിൽ ഈ പറയുന്ന വികാരം അവിടെയുണ്ട്. അതായത് എന്താ പറയുക, ഹിന്ദു ഓഫീസേഴ്സിൻ്റെ ഗ്രൂപ്പ്, ഒരുപക്ഷെ ഹിന്ദു ഓഫീസേഴ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ തന്നെ കുറച്ചുകൂടെ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ഓഫീസേഴ്സിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മേൽജാതിയിൽപ്പെട്ട ഓഫീസേഴ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് വേറൊരു വേർതിരിവ് കൂടി മാനസികമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. അത് നമ്മൾ ഉയർന്ന ഗ്രേഡുകളിലെത്തിയ ഉദ്യോഗസ്ഥരുടെ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ അവർക്ക് മുകളിലുള്ള ആളുകൾ എഴുതിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഉയർച്ച ഉണ്ടാകുന്നത്, പ്രൊമോഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ആളുകൾ എങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ താഴെ ജാതീയമായി ഉയർന്നു നിൽക്കുന്ന ആളുകളും താഴെ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ വിഭജനം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിംഗ്, പൊതുവിലുള്ള ഒരു ഗ്രൂപ്പിങ്ങും അതിനുള്ളിൽ തന്നെ ഈ പറയുന്ന സവർണ വിഭാഗങ്ങളുടെ ഗ്രൂപ്പിങ്ങും അവിടെ നേരത്തെ മുതലുണ്ട്. അതൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വാട്സപ്പ് ഗ്രൂപ്പായി വന്നപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതോ കാരണത്താൽ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വേണം എന്നും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ എന്നും ഉള്ള പൂർണ്ണ ബോധ്യത്തിലുള്ള ആളുകളായിരിക്കും ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക, ചേർന്നിട്ടുണ്ടാവുക. അത് പുറത്തേക്ക് പോയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പ്രശാന്തിന് പേരിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ റിപ്പോർട്ടിൻ്റെയോ ഒരു പ്രശ്നം മാത്രമാണ്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് പുറത്തേക്ക് പോകില്ലായിരുന്നു. പ്രശാന്തിനെതിരെ അല്ലെങ്കിൽ പട്ടികവിഭാഗക്ഷേമ വകുപ്പിലെ ഉന്നതി എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ചുമതലയിലിരിക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള സന്ദേഹങ്ങൾ, അതേക്കുറിച്ചുള്ള ചില സംശയങ്ങൾ, അതിന്മേലുള്ള അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ട്, അത് മുഖ്യമന്ത്രിയുടെ ടേബിളിലിരിക്കുന്നു. ഇത്തരം പല കാര്യങ്ങളെ തുടർന്ന് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് രൂപീകരിച്ച K. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറും
ഒരുപക്ഷെ അതിൽ പങ്കാളിയായിരുന്ന ജയതിലക് എന്ന് പറയുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇവർ രണ്ടുപേരുമാണ് തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് വിശ്വസിക്കുന്ന എൻ പ്രശാന്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ ആളാണ് എന്ന് ഒരു പക്ഷേ നമുക്കിപ്പോഴും ഉറപ്പില്ല. ഞാനിപ്പോഴും ഉറപ്പില്ലാതെയാണ് ഇത് പറയുന്നത് എൻ പ്രശാന്താണ് പുറത്തു കഴിഞ്ഞതെന്ന് ഞാൻ ഉറപ്പില്ലാതെയാണ് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ അല്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം ഈ ഒരസലിൻ്റെ പുറത്താണ് ഇത് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് വരികയോ ഇല്ലായിരുന്നു. വളരെ സുഭദ്രമായി സൈലൻ്റായി ഇത് നടക്കുകയും ചെയ്യായിരുന്നു. ഇത് നടക്കുന്നതിന് വേറൊരു കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് അങ്ങനെയാണല്ലോ ഗ്രൂപ്പിൻ്റെ ഹിന്ദു മല്ലു ഓഫീസേഴ്സ് എന്താണെങ്കിലും വലിയ വ്യത്യാസം. എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ രാജ്യത്ത് മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം ഹിന്ദുത്വ ശക്തികൾ എങ്ങനെയാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു വാക്കിന് ഉപയോഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹിന്ദുത്വ ആശയങ്ങൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഹിന്ദുത്വ ശക്തികളും RSS ആണെങ്കിലും ഇത് മറ്റ് സംഘപരിവാർ ശക്തികളാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ആയിരിക്കണം ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് പിന്നിൽ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കൊക്കെയോ നമുക്കറിയില്ല, ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് പിന്നിൽ ഞങ്ങളൊക്കെയാണ് എന്ന് തെളിയിക്കാൻ പാകത്തിന് ആർക്കൊക്കെയോ അയച്ചു കൊടുത്തിരുന്നത്. അതെന്ന് വെച്ചാൽ തങ്ങളുടെ പ്രൊഫഷണൽ കരിയറിൽ ഉയർന്ന പദവികളിലേക്ക് എത്താൻ ഇത് സഹായിക്കും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് കെ ഗോപാലകൃഷ്ണനാണെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടിരുന്ന മറ്റുള്ളവരാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് എന്തൊക്കെയാണെങ്കിലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിന് കീഴിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആ ഏത് പ്രദേശമാണോ, അത് സംസ്ഥാനമാണെങ്കിലും കൊള്ളാം രാജ്യമാണെങ്കിലും കൊള്ളാം, എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണുകയും ഏത് ഗവൺമെൻറ്റാണോ ഭരിക്കുന്നത് അതിൻ്റെ പോളിസികൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൃത്യമായി എത്തത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട് എക്സിക്യൂട്ടീവിന്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഞങ്ങളിതാ ഒരു വിഭാഗത്തിൻ്റെ ഓഫീസേഴ്സാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അവർ പിന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന വിഭാഗീയ സ്വഭാവം ഉണ്ടാവും. അതാണ് അതിനകത്തുള്ള പ്രശ്നം. അത് സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല, നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ വളരെ ഗൗരവത്തോടുകൂടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് തീരുന്നൊരു കാര്യമല്ല. നടപടി എടുക്കാതിരിക്കണം എന്നല്ല, നടപടി നിശ്ചയമായും വേണ്ടതാണ്. ഇതിന് തുടക്കമിട്ട ആളുകൾ മാത്രമല്ല, ഇതിൽ അംഗങ്ങളാക്കിയ ആളുകൾ, അത് അവരിൽ എന്താ പറയുക, അംഗങ്ങളാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുകയും, ഞാൻ വാട്സപ്പിൽ അത്ര എക്സ്പേർട്ടായിട്ടുള്ള മനുഷ്യനല്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ സ്വമേധയാ ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറേ ആളുകളെ അതിനകത്ത് ആഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ആഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എങ്കിൽ അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് പോവാം. ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഞാൻ ആ ഗ്രൂപ്പിൽ നിൽക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പിനെക്കുറിച്ച് എന്താ പറയുക, സാങ്കേതിക ജ്ഞാനം അനുവദിക്കുന്ന പരിധികളിൽ മുഴുവൻ അന്വേഷിക്കുകയും ഈ ഗ്രൂപ്പ് രൂപീകരിച്ച സമയം മുതൽ ഇങ്ങോട്ട് ഈ ഗ്രൂപ്പ് ഇല്ലാതാക്കുന്ന, അതായത് ഇത് പുറത്തേക്ക് വരികയും ഇത് ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും പിന്നെ ഫോണൊക്കെ എന്താ പറയുക അതിൻ്റെ ഫാക്ടറി സെറ്റിങ്സിലേക്ക് റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വരെ ഈ ഗ്രൂപ്പിൽ തുടർന്നവരാരൊക്കെ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് സർക്കാരിനെ എത്തിക്കുക എന്നുള്ളത് ദ എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.